വീക്ക്ലി റിവ്യൂ നമ്മുടെ ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ ഭയങ്കര പോപ്പുലറാണ്. ഇപ്പം എൻ്റെ വർക്ക് പ്ലേസിൽ ഞാൻ വർക്ക് ചെയ്യുന്നൊരു മാനുഫാക്ചറിങ് എഞ്ചിനീയർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു 1-2 വർഷം മുമ്പ് വരെ നമ്മൾ ഒരുപാട് ടാസ്കുകൾ നമുക്ക് അസൈൻഡ് ആയിട്ട് വരും. എന്തെങ്കിലും പ്രശ്നം നമ്മളൊരു ഡേ പ്ലാനൊക്കെ ചെയ്തിട്ട് പോയാൽ പോലും ആ ഡേയിൽ അവിടെ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം, എഞ്ചിനീയറിംഗ് പ്രോബ്ലം വരും. അപ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പുറകെ ഓടേണ്ടി വരും. കാരണം അത് ഹൈ പ്രയോറിറ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്ലാൻ എല്ലാം കൊളാപ്സ്ഡ് ആകും. അപ്പം ഇങ്ങനെ ഒരു സൈക്കിളിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഈവൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്ന പോലും വി ലേൺഡ് എ ലോട്ട്. ഒത്തിരി കാലം പഠിക്കാൻ പറ്റി. പക്ഷേ സ്കിൽസ് അങ്ങനെ ഒത്തിരി ബിൽഡാക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല. കാരണം ഞങ്ങൾ ഫോക്കസ്ഡ് ടൈം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം വീക്ക്ലി റിവ്യൂ എന്നുള്ളൊരു സിസ്റ്റം ഞങ്ങളുടെ പുതിയ ഡയറക്ടർ VP ആയിട്ടുള്ളവരൊക്കെ ഞങ്ങൾക്കത് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അവർ വീക്ക്ലി നമ്മൾ റിവ്യൂ ചെയ്തത്. വീക്ക്ലി നമ്മളെന്തായി എവിടെ ആയി എന്നുള്ളതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യും. നമുക്കത് വർക്കിൽ കുറച്ച് സ്ട്രെസ്ഫുള്ളാണ്. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം മൈക്രോ മാനേജ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നമുക്കത് ഈവൻ ദോ നമുക്ക് വർക്കിൽ വി കനോട്ട് സേ എനിക്കിങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് എനിക്ക് സ്റ്റൈലല്ല, ഞാൻ ചെയ്യത്തില്ല, അത് വി കനോട്ട് സേ റൈറ്റ്. കാരണം വർക്കിൽ അതിൻ്റെതായ സെറ്റ് ഓഫ് റൂൾസും ബൗണ്ടറീസും ഒക്കെ സെറ്റാണ്. നമ്മളത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. പല സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല, എനിക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കും. വി ഹാവ് ടു ലൈക്ക് ഈവൻ ദോ വി ഡോണ്ട് ലൈക്ക് ഇറ്റ്, വി ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ ഈ വീക്ക്ലി റിവ്യൂ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാനീ പറഞ്ഞ പോലെ അത്ര ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തിയൊന്നുമല്ല, പ്രത്യേകിച്ച് വർക്ക് പ്ലേസിൽ. കാരണം എനിക്കത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാൻ ഐ ഡോണ്ട് ലൈക്ക്. ബട്ട് ഈ സാധനം ഐ ഫ്ലിപ്പ് ദ കോയിൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ ചിന്തിച്ചു, ഹൗ വുഡ് ഐ ഡു എ വീക്ക്ലി റിവ്യൂ ഇൻ മൈ ലൈഫ്. ഇത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഗൈസ് പ്ലീസ് ഫീൽ ടു ചെക്ക്. ലൈക്ക് നിങ്ങളുടെ ഒരു ആഴ്ച എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ ഒരാഴ്ച എടുത്ത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച എടുത്തിട്ട് നിങ്ങൾ എത്ര ആണ് നിങ്ങൾ പുറത്ത് കഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾ ഉറങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ പാർട്ണർ പേരൻസ് അവരോട് സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ കിഡ്സ് ഉള്ള ആളാണ്, കിഡ്സിൻ്റെ കൂടെ നിങ്ങൾ എത്ര നേരം അവരോട് എത്ര നേരം ഇൻവോൾവ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരാഴ്ചയിൽ റിവ്യൂ ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അഗെയിൻ വർക്ക് പ്ലേസിൽ ഞങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഫ്രൈഡേ ഞങ്ങൾക്ക് അത് റിപ്പോർട്ട് എഴുതണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വരുമ്പോൾ ഞാനത് എഴുതി കൊടുത്താൽ മാത്രമാണ്. കാരണം അത് മൺഡേ അവർ റിവ്യൂ ചെയ്യും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവർ നമ്മളോട് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ദർ ഇസ് സമ്മൺ ടു ട്രാക്ക് യു ലൈക്ക് ഇൻ യുവർ ലൈഫ്, ലൈക്ക് ഇറ്റ് വിത്ത് യുവർ വർക്ക്. ബട്ട് ഇൻ യുവർ ലൈഫ്, ലൈക്ക് ഇൻ എ പേഴ്സണൽ ലൈഫ്, ദർ ഇസ് നോ വൺ ടു ട്രാക്ക് യു റൈറ്റ്. ലൈക്ക് നമ്മുടെ ലൈഫ് നമ്മുടെ ഡിസിഷൻസ് ആണ്. പരിധി വരെ ദുൽഖർ സൽമാൻ ഒരു സിനിമയിൽ പറയുന്നവരെ എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ് എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമല്ലേ. നമ്മുടെ വിധി എന്താണെന്നുള്ളത് നമ്മുടെ തീരുമാനങ്ങൾ ബേസ് ചെയ്തിട്ടിരിക്കുക. അപ്പം വീക്ക്ലി റിവ്യൂ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തുടക്കത്തിൽ ഇത് ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വർക്കൗട്ട് ആവുന്നില്ല. ഇത് ഞാൻ ചെയ്തു, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് മറന്നു പോകുന്നു. ഞാൻ ഗൂഗിൾ കാലണ്ടറിൽ എടുത്ത് ഞാനത് സ്കെഡ്യൂൾ ചെയ്തു, പക്ഷേ ഞാൻ മറന്നുപോയി. അങ്ങനെ പലതവണ ചെയ്തപ്പോൾ എനിക്കിത് പ്രശ്നം പറ്റി. പക്ഷെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദിസ്, ലൈക്ക് വെരി ഗുഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ മൈ ലൈഫ്. സ്പെസിഫിക്കലി ഞാനൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് പറയാം. അഗെയിൻ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് ബോറടിക്കുന്നുണ്ടാവും. ബട്ട് അഗെയിൻ ഐം സീയിങ് ലൈക്ക് സ്ലീപ്പ് സൈക്കിൾ. ദിസ് ഈസ് മൈ സ്ലീപ്പ് സൈക്കിൾ. ഈ സ്ലീപ്പ് സൈക്കിൾ ഞാൻ ട്രാക്ക് ചെയ്യാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ദിസ് ഈസ് മൈ മന്ത്ലി ആണ് ഞാൻ പറയുന്നത്. ബട്ട് ദിസ് ഐ സ്പ്ലിറ്റ് ഇൻ ടു വീക്ക്ലി. 7 ദിവസം വെച്ച് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ 7 ദിവസം ഞാൻ എഴുതുമ്പോൾ ഇവിടെ Monday to എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ എനിക്ക് മെമ്മറബിൾ മൊമെൻറ്റ്സ് ഉണ്ട്. അത് Monday to പ്ലസ് അതുപോലെ തന്നെ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് അലൈൻ ചെയ്ത് വരുന്ന ലൈൻഡ് അപ്പ് ആയിട്ട് വരുന്ന 6 ദിവസത്തെ ലൈൻഡ് അപ്പ് ആയിട്ട് വരുന്ന എല്ലാ കാര്യം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളും എൻ്റെ സ്ലീപ്പ് സൈക്കിൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഞാൻ എൻ്റെ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 7, പിന്നെ 8:30, പിന്നെ 7, പിന്നെ 7:30, 8 മണിക്കൂർ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ. അപ്പോൾ അത് ഞാൻ ഓരോ ദിവസം വന്നിട്ട് ഇൻറ്റൻഷനലി ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഉറങ്ങണം, എനിക്ക് ഉറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനത് ഒരു മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ 29 ദിവസം ഐ സ്ലെപ്റ്റ് 7 മണിക്കൂർ പ്ലസ്. അതൊരു വലിയ ചേഞ്ചാണ് ലൈഫ്. ഇത് ഞാൻ എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ കഴിഞ്ഞ വർഷത്തെ ഈ സമയത്ത് സെയിം തന്നെ ഐ ഡോണ്ട് നോ ലൈക്ക് എത്ര മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാകും. ഞാൻ പല ദിവസങ്ങൾ പോലും 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 4 മണിക്കൂർ ഒക്കെ നമ്മൾ ഉറങ്ങിയ ഒരുപാട് ദിവസങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മിനിമം 7 മണിക്കൂർ സ്ലീപ്പ് ഇസ് റിക്വയർഡ്. ഇത് ചെയ്യാൻ തുടങ്ങിയതോടെ ദിസ് ഈസ് ആക്ച്വലി ഹെൽപ്പിങ് മീ. അപ്പോൾ വീക്കിലി ഞാനത് റിവ്യൂ ചെയ്യുമ്പോൾ ഒരാഴ്ച സൺഡേ ഞാനത് എടുത്തിട്ട് ഞാനത് നോക്കും. ഓക്കെ സൺഡേ ഓക്കെ, അല്ലെങ്കിൽ ആ ആഴ്ചയിൽ മൺഡേ ഒരു സൺഡേ ചെക്ക് ദിസ് ഇത്ര ഞാൻ ഉറങ്ങി, ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ എനിക്ക് ആ മെമ്മറബിൾ മൊമെൻറ്റ് എന്താണ്, അതുപോലെ ഞാൻ ആ ആഴ്ച ചെയ്ത ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. വീക്കിലി റിവ്യൂ ആയിട്ട് ഞാനിത് പേഴ്സണൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ
ദിസ് ഈസ് എ ഗെയിം ചേഞ്ചർ. കാരണം ലൈഫിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കടമുള്ള ആളാണ്, നിങ്ങൾക്ക് ഡെറ്റ് എന്നുള്ള സാധനം, എനിക്കും കടമുണ്ടാകും, ഞാൻ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തൊരു വ്യക്തിയാണ്, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് മാറ്റണം, ലോൺ ഞാൻ എങ്ങനെ തീർക്കും എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസാണ്. ഞാൻ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഞാൻ ഇത്ര എമൗണ്ട് വെച്ചിട്ട് ഞാൻ സേവ് ചെയ്താൽ എനിക്ക് ഒരു മാസത്തിൽ എനിക്ക് ഇത്ര അടച്ചു തീർക്കാൻ പറ്റും എന്നുള്ളൊരു വീക്കിലി വെച്ചിട്ടാണ് ഞാൻ ആ ഒരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അലട്ടുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ താല്പര്യമുണ്ട്, ആ അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിൽ നിങ്ങളൊരു വീക്കിലി റിവ്യൂ സിസ്റ്റംസ് സെറ്റ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്യുക. ലൈക്ക് യു ഹാവ് ടു ലൈക്ക് റൈറ്റ് ഇറ്റ് ഡൗൺ. ഐ വിൽ സേ റൈറ്റ് ഇറ്റ് ഡൗൺ. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ യു വോണ്ട് ഡു ഇറ്റ്. ഞാനിത് ചെയ്തതാണ് മനസ്സിൽ, ഞാനിതിങ്ങനെ ചെയ്യുന്ന പ്ലാൻ ചെയ്യും, ഇറ്റ് വോണ്ട് ഹാപ്പൻ. എഴുതിയിട്ട് ഒരു ബുക്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് യു കീപ്പ് ഇറ്റ് ഓൺ യുവർ ഡെസ്ക്. നിങ്ങളുടെ ഡെസ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇഫ് യു ഹാവ് എ ഡെസ്ക് ഓർ ഇഫ് യു ഹാവ് പ്ലേസ് ടു ലൈക്ക് നിങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും യു ഹാവ് എ സ്പേസ്, റൈറ്റ്, ലൈക്ക് കീപ്പ് ഇറ്റ് ദെയർ. ഒരു വാലറ്റിനകത്ത് പോലും ഒരു ചെറിയ പേപ്പറിനകത്തായാലും യു ക്യാൻ കീപ്പ് ഇറ്റ്. നിങ്ങൾക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾ കംപ്ലൈൻറ്റ് എനിക്ക് സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ദർ ഇസ് വേസ്റ്റ് ടു ഡു ഇറ്റ്. യുവർ മൈൻഡ് സെയിങ് യു കനോട്ട് ഡു ഇറ്റ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ അല്ലെങ്കിൽ ആ വാലറ്റ് എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്നത് ശരിയാണ്, ഇത് കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ലോക്ക് ചെയ്യും, നമ്മൾ ആ കാര്യം ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇമ്പ്രൂവ് ആവും. അതിനകത്ത് നല്ലൊരു എക്സാമ്പിൾ ബഡ്ജറ്റിംഗ് എന്നുള്ള സാധനം, ഫൈനാൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, നമ്മുടെ ലൈഫിൽ ഫാമിലിയിലൊക്കെ നമുക്ക് ഫൈനാൻസിങ് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു വീക്കിലി ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് വീക്കിലി നിങ്ങൾ സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് സാലറി വന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. വേറെ ഇൻകം അതിനകത്ത് ട്രാക്ക് ചെയ്യാം. അതൊരു വീക്കിലി ട്രാക്ക് ചെയ്തിട്ട് 4 ആഴ്ച എടുത്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്താൽ നിങ്ങൾ എത്ര എക്സ്പെൻസ്, നിങ്ങൾ എത്ര ചെയ്യുന്നു, നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് എത്ര കിട്ടുന്നു, ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും വിത്ത് 1 പേപ്പർ 1 പെൻ. ഇത് ചില ആളുകൾക്ക് ഇത് പറയും, ഇത് ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെ പക്ഷേ ഇതൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഗോ ഡു ഇറ്റ്. ഇത് എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. ഇപ്പോൾ സ്ലീപ്പ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ദിസ് ഹെൽപ്പ് മീൻ സം അതർ വേസ്. വേറെ കുറേ കാര്യങ്ങൾ ലൈക്ക് ഫൈനാൻഷ്യലി എനിക്ക് വി ഹാവ് എ ബഡ്ജറ്റ്, ലൈക്ക് ഒരു ഷീറ്റുണ്ട്, ബഡ്ജറ്റ് ഷീറ്റുണ്ട്. മന്ത്ലി ഞങ്ങൾ അതിനകത്ത് റിവ്യൂ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്, വാട്ട് ഈസ് കമ്മിങ് ഇൻ, വാട്ട് ഈസ് ഗോയിങ് ഔട്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാം. സ്കോർ ദ ലാസ്റ്റ് വീക്ക്, അതായത് ലാസ്റ്റ് വീക്കിലെ 1 to 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത്, വർക്ക്, റിലേഷൻഷിപ്സ്, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ലൈക്ക് അത് നിങ്ങൾ എഴുതുക. 2 പിക്ക് ദ 3 വിൻസ്. ആ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചെയ്ത ആ കാര്യത്തിലെ 3 വിൻസ് നിങ്ങൾ പിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്നത് മെമ്മറബിൾ മൊമെൻറ്റ്സ് എന്നുള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു ദിവസം എനിക്ക് ഒരു മെമ്മറബിൾ മൊമെൻറ്റ് ഉണ്ടാകും, എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള സാധനമൊക്കെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലൊരു കാര്യം നടത്തുന്നുണ്ടാവും. രാവിലെ അമ്മ ഒരു ചായ കൊണ്ടുതന്നു, ലൈക്ക് ദാറ്റ്സ് ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ലൈക്ക് ഒരു ചായ ഇട്ടാൻ നമുക്കിപ്പം പുറത്ത് പോയി മേടിക്കാം. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്കിപ്പോൾ ചായ എടുക്കണേ ഐ ഹാവ് ടു ലൈക്ക് ഇതർ മേക്ക് ഇറ്റ് ഐ ഹാവ് ടു ഗോ ബൈ ഇറ്റ്. വീട്ടിലാണെങ്കിൽ നമുക്ക് അമ്മ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ വരും, ലൈക്ക് യു ക്യാൻ ഡ്രിങ്ക്. ലൈക്ക് അതൊരു ഒരു ഭാഗ്യമാണ്. എപ്പോഴും അമ്മ ഉണ്ടാവുക, അതുപോലെ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവുക, ഇതൊന്നും ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുമ്പോൾ വി ക്യാൻ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ലൈക്ക് വെരി സിമ്പിൾ തിങ്സ്. ചില സമയത്ത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നൊരു കൺസെപ്റ്റാണ്. അഗെയിൻ ഇപ്പം ഞാൻ ആരും പെർഫെക്റ്റ് അല്ല, ബട്ട് വി ട്രൈ ടു ലൈക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് മെമ്മറബിൾ മൊമെൻറ്റ്സിൽ ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 വിൻസ് ആഴ്ച നോക്കുക. ഇനി ലാസ്റ്റായിട്ട് 3-ാമതായിട്ട് പറയുന്നത് സ്കെഡ്യൂൾ ഫസ്റ്റ്. അതായത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, ഇഫ് സംതിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് യു ഹാവ് ടു സ്കെഡ്യൂൾ ഇറ്റ്. ഇത് ഇച്ചിരി പാടാണ്, കാരണം പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആളുകളുണ്ട്. ഡിസോർഗനൈസ്ഡ് ആയ ആളുകൾക്ക് ഇത് ചെയ്യാൻ പാടാണ്. ബട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ട്, ചിലരൊക്കെ നമ്മൾ കാലണ്ടറിലൊക്കെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ലൈക്ക് ആക്ച്വൽ കാലണ്ടറിലൊക്കെ നമ്മൾ എഴുതി വയ്ക്കും, ഇപ്പോൾ ആൾക്കാരിന് ഇത്ര പൈസ കൊടുക്കാൻ അടിയുന്ന സാധനം വരുന്നുണ്ട്. നമ്മൾക്ക് യു ക്യാൻ ഡു ലൈക്ക് ഇൻ സം പ്ലേസ്. അത് നിങ്ങൾ ചെയ്യുന്നൊരു പേപ്പറല്ല, ആ പേപ്പറിനകത്ത് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ practice a Sunday reset, a weekly review system. This will definitely help and improve your life. ഞാൻ ചെയ്യുന്നത് മലയാളി ഫൈൻ ലൈഫ് സ്കിൽസ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ മീ.